ഇത് 2025. അവർക്കറിയാം ദ്വാരപാലക വിഗ്രഹം പോയി, കളവ് നടന്നു, വിറ്റു. അതറിഞ്ഞുകൊണ്ട് 2025 വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും കൂടി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വിളിച്ച് വരുത്തിയിരിക്കുകയാണ് വീണ്ടും ഇത് കൊണ്ടുപോകാൻ. ആലോചിച്ച് വീണ്ടും അവർ ഇത് അറിഞ്ഞിട്ട്, ഇയാൾ ഇത് വിറ്റെന്ന് അറിഞ്ഞിട്ടും അയാളെ, അതുകൊണ്ടാണ് നമ്മൾ വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവിടുത്തെ ദ്വാരപാലക വിഗ്രഹം പോയി, കഥക് പോയി, കട്ട്ള പോയി. അപ്പൊ രണ്ടാമത് ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അത് അയ്യപ്പൻ സമ്മതിച്ചില്ല. അയ്യപ്പനാണ് ആക്ട് ചെയ്തത് കോടതിയിലൂടെ. ഞാൻ വിശ്വാസിയാണ്, അയ്യപ്പ ഭക്തനാണ്, ഞാൻ വിചാരിക്കുന്ന അയ്യപ്പനാണ്. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? UDF ന്യൂനപക്ഷങ്ങളെ മാത്രം സംരക്ഷിക്കും, ഭൂരിപക്ഷത്തെ നോക്കാൻ ആരുമില്ല. ഭൂരിപക്ഷ പ്രീണനവുമായി കപട ഭക്തിയുമായി പമ്പയിലേക്ക് പോയ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പൻ കൊടുത്ത മറുപടി കൂടിയാണ് ഈ ഒളിച്ചു വച്ചിരുന്ന മഹാരഹസ്യം, അല്ലെ? ഒളിച്ചു വച്ചിരുന്ന മഹാരഹസ്യം പുറത്തു വിട്ടിരിക്കുകയാണ്.